السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد. റഹീഖുൽ ഖുർആനിന്റെ 16ാമത്തെ ഹദീസ് പാഠത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണുള്ളത്. عن أنس رضي الله تعالى عنه قال كان رسول الله صلى الله عليه وسلم يكثر أن يقول يا مقلب القلوب ثبت قلبي على دينك فقلت يا رسول الله آمنا بك وبما جئت به فهل تخاف علينا؟ قال نعم إن القلوب بين أصبعين من أصابع الله يقلبها كيف يشاء. ജാമിഅ തുർമിദി റഹ്മഹുല്ലാ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം, അദ്ദേഹം പറഞ്ഞു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന ഈ പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധികരിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളിലും താങ്കൾ കൊണ്ടുവന്നതിലുമെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ വിഷയത്തിലും താങ്കൾ ഭയപ്പെടുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെ, തീർച്ചയായും ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ വിരലുകളിലെ 2 വിരലുകൾക്കിടയിലാണുള്ളത്. അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അതിനെ അവൻ മാറ്റിമറിക്കുന്നതാണ്. മനുഷ്യ ഹൃദയങ്ങളുടെ ചിന്തകളും തോന്നലുകളും മാറിമറിഞ്ഞുകൊണ്ടേയിരിക്കും. ഭൗതിക കാര്യങ്ങളിൽ പോലും നമുക്കത് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ പരലോകമോക്ഷത്തിന് വിഘടമാകുന്ന രീതിയിൽ ചിന്തകൾ വികൃതമായി കഴിഞ്ഞാൽ അത് അപകടം തന്നെയാണ്. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയന്നതായിക്കൊണ്ട് ഈ ഹദീസിൽ സൂചിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരായിരുന്ന സ്വഹാബത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പേടിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പഠിപ്പിച്ചത്. അതിന്റെ കാരണമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഹൃദയങ്ങളുടെ നിയന്ത്രണം അത് പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലാണുള്ളത്. അവൻ അത് വിചാരിക്കുന്ന പ്രകാരം മാറ്റിമറിക്കുമെന്നാണ്. വഴിപിഴക്കാനും വിശ്വാസം ഛിന്നഭിന്നമാകുവാനും ഏറെ സാധ്യതകളുള്ള ആധുനിക കാലഘട്ടത്തിൽ വസിക്കുന്ന നാം ഈ പ്രാർത്ഥന നിർബന്ധമായും പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാൻ, ഹൃദയങ്ങളിൽ വ്യതിചലനമില്ലാതിരിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രാർത്ഥന ഒരിക്കൽ കൂടി നോക്കാം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നാം പതിവാക്കുക, നമ്മുടെ ഈമാൻ അടിയുറപ്പിക്കുവാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിൽ വൈകല്യം സംഭവിക്കാത്ത യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.